നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും രാത്രിയുടെ നിശബ്ദതയിൽ ആകാശത്തേക്ക് നോക്കി ദൈവമേ അല്ലെങ്കിൽ ഈ പ്രപഞ്ചമേ എന്തുകൊണ്ടാണ് എന്റെ പ്രാർത്ഥനകൾക്ക് മാത്രം ഉത്തരം ലഭിക്കാത്തത് എന്ന് നിസ്സഹായതയോടെ ചോദിച്ചിട്ടുണ്ടോ? എത്ര കഷ്ടപ്പെട്ടിട്ടും എത്ര ആഗ്രഹിച്ചിട്ടും കയ്യെത്തും ദൂരത്ത് വെച്ച് ഭാഗ്യം വഴുതിപ്പോകുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അത് പണമോ സ്നേഹമോ നല്ല ജോലിയോ എന്തുമാകട്ടെ, ഒരു കാന്തം പോലെ അവരിലേക്ക് തനിയെ വന്നെത്തുന്നതായി തോന്നിയിട്ടുണ്ടോ? അവർക്ക് മാത്രം എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? അവർക്ക് മാത്രമായി ഈ പ്രപഞ്ചം എന്തെങ്കിലും പ്രത്യേക പരിഗണന നൽകുന്നുണ്ടോ? അവർ ജനിച്ചപ്പോഴേ എന്തെങ്കിലും പ്രത്യേക വരദാനം ലഭിച്ചവരാണോ? അല്ല, ഇതൊരു ഭാഗ്യമല്ല, ഇതൊരു യാദൃശ്ചികതയുമല്ല. മറിച്ച് അവർക്ക് പ്രപഞ്ചത്തിന്റെ ഭാഷ അറിയാം എന്നതു മാത്രമാണ് സത്യം. ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു രഹസ്യഭാഷയുണ്ട്. അത് മനസ്സിലാക്കിയവർ രാജാക്കന്മാരെപ്പോലെ ജീവിക്കുന്നു. അത് അറിയാത്തവർ ജീവിതകാലം മുഴുവൻ പരാതിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു. നമസ്കാരം. നമ്മുടെ ചിന്തകൾക്ക് വലിയൊരു ശക്തിയുണ്ട്. എന്നാൽ ആ ചിന്തകളെ പ്രപഞ്ചത്തിന് മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെ വിവർത്തനം ചെയ്യാം എന്നത് മിക്കവർക്കും അറിയില്ല. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ, എന്നാൽ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു രഹസ്യമാണ്. എങ്ങനെയാണ് ബ്രഹ്മാണ്ഡവുമായി നേരിട്ട് സംസാരിക്കുക? നിങ്ങളുടെ ആഗ്രഹങ്ങൾ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലേക്ക് അയക്കേണ്ടത്? അത് എങ്ങനെ തിരികെ നേടാം? ഇതൊരു സാധാരണ വീഡിയോ അല്ല, ഇതൊരു പഠനമാണ്. നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കാൻ പോകുന്ന ഒരു അറിവ്. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ പ്രപഞ്ചവുമായി സംസാരിക്കാനുള്ള ആ രഹസ്യ താക്കോൽ നിങ്ങളുടെ കയ്യിലുണ്ടാകും. നമുക്ക് തുടങ്ങാം. ആശയവിനിമയത്തിലെ പിഴവുകൾ. ആദ്യം തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രപഞ്ചത്തിന് മലയാളം അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദിയും അറിയില്ല. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ പ്രപഞ്ചം കേൾക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് പ്രപഞ്ചം നമ്മളുമായി ആശയവിനിമയം നടത്തുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. തരംഗങ്ങൾ അഥവാ ഊർജം. ഈ പ്രപഞ്ചത്തിലെയെല്ലാം ഊർജമാണ്. നിങ്ങൾ കാണുന്ന കസേരയും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ചിന്തകളുമെല്ലാം ഊർജത്തിന്റെ പല രൂപങ്ങളാണ്. നമ്മൾ സംസാരിക്കുന്നത് വാക്കുകൾ കൊണ്ടാണെങ്കിൽ പ്രപഞ്ചം സംസാരിക്കുന്നത് തരംഗങ്ങൾ കൊണ്ടാണ്. ഇവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് എനിക്ക് പണം വേണം, എനിക്ക് പണം വേണം എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് കരുതുക. നിങ്ങൾ വാക്കുകളിലൂടെ പണം വേണം എന്നാണ് പറയുന്നതെങ്കിലും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെ വികാരമെന്താണ്? എന്റെ കയ്യിൽ പണമില്ല എന്ന സങ്കടവും നാളെക്കുറിച്ചുള്ള പേടിയുമാണ്. പ്രപഞ്ചം നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നില്ല. പകരം നിങ്ങൾ പുറത്തുവിടുന്ന ആ അഭാവത്തിന്റെ തരംഗമാണ് അത് സ്വീകരിക്കുന്നത്. പ്രപഞ്ചം ഒരു വലിയ കണ്ണാടി പോലെയാണ്, അല്ലെങ്കിൽ ഒരു ഫോട്ടോ കോപ്പി മെഷീൻ പോലെയാണ്. നിങ്ങൾ എന്താണോ നൽകുന്നത് അതിന്റെ 1000 ഇരട്ടി അത് തിരിച്ചുതരും. നിങ്ങൾ എനിക്കില്ല എന്ന സങ്കടമാണ് നൽകുന്നതെങ്കിൽ പ്രപഞ്ചം പറയും, ശരി, നിനക്ക് പണമില്ലാത്ത അവസ്ഥ ഞാൻ ഇനിയും തരാം. അതുകൊണ്ട് ഈ രഹസ്യത്തിന്റെ ആദ്യത്തെ നിയമം ഇതാണ്: നിങ്ങൾക്ക് എന്തു വേണം എന്നതിനല്ല പ്രാധാന്യം, നിങ്ങളിപ്പോൾ ഏത് മാനസികാവസ്ഥയിലാണ് എന്നതിനനുസരിച്ചാണ് ഫലം ലഭിക്കുന്നത്. നാം നമ്മുടെ മാനസിക തരംഗം മാറ്റാൻ തയ്യാറെടുക്കുകയാണ്. ഈ യാത്രയിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വിഷയം ഗൗരവമായി പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്താൻ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ പോയി ടൈപ്പ് ചെയ്യുക, ഞാൻ തയ്യാറാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. നിങ്ങളിതെഴുതുമ്പോൾ നിങ്ങൾ ഈ അറിവ് സ്വീകരിക്കാൻ മനസ്സ് തുറക്കുകയാണ് ചെയ്യുന്നത്. ഉപബോധ മനസ്സിന്റെ ശക്തി. നമ്മുടെ മനസ്സിന് 2 ഭാഗങ്ങളുണ്ട്. 1 ബോധമനസ്സ്, 2 ഉപബോധ മനസ്സ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ബോധമനസ്സുകൊണ്ടാണ്. എനിക്കൊരു വലിയ വീട് വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് ബോധമനസ്സാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കുന്നത് 95% നിങ്ങളുടെ ഉപബോധ മനസ്സാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പണം സമ്പാദിക്കുന്നത് വലിയ കഷ്ടപ്പാടാണ്, അല്ലെങ്കിൽ എനിക്ക് വലിയ വിജയങ്ങൾ നേടാനുള്ള യോഗ്യതയില്ല എന്നൊരു വിശ്വാസം പണ്ടേ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും കാര്യമില്ല. കാരണം ബ്രഹ്മാണ്ഡവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഉപകരണം നിങ്ങളുടെ ഉപബോധ മനസ്സാണ്. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങളെ ബോധമനസ്സിൽ നിന്നും ഉപബോധ മനസ്സിലേക്ക് കടത്തിവിടുക എന്നതാണ്. ഇതിനായി വളരെ വ്യക്തമായ 3 ഘട്ടങ്ങളുള്ള ഒരു രീതിയുണ്ട്. പ്രപഞ്ചത്തോട് സംസാരിക്കാനുള്ള 3 ഘട്ടങ്ങൾ. ഈ 3 ഘട്ടങ്ങൾ കൃത്യമായി പാലിച്ചാൽ ആകർഷണ നിയമം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇത് ഒരു ശാസ്ത്രമാണ്. ഘട്ടം 1: വ്യക്തത ചോദിക്കുക. നിങ്ങളൊരു ഹോട്ടലിൽ പോയി വെയിറ്ററോട് എനിക്ക് കുറച്ച് ഭക്ഷണം തരൂ എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് കൊണ്ടുവരും? അയാൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടുവരും, അല്ലെങ്കിൽ ഒന്നും കൊണ്ടുവരില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണമായിരിക്കും അയാൾ കൊണ്ടുവരിക. എന്നാൽ നിങ്ങൾ എനിക്കൊരു മസാലദോശ വേണം എന്ന് പറഞ്ഞാൽ കൃത്യമായി അത് ലഭിക്കും. പ്രപഞ്ചം ഒരു വലിയ പട്ടിക പോലെയാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നതിൽ നിങ്ങൾക്ക് 100% വ്യക്തത വേണം. എനിക്ക് കുറച്ച് പണം വേണം എന്ന് പറയരുത്. എനിക്ക് 50,000 രൂപ വേണം എന്ന് കൃത്യമായി പറയുക. എനിക്ക് ഒരു നല്ല ജോലി വേണം എന്ന് പറയരുത്. എനിക്ക് ഇന്ന കമ്പനിയിൽ ഇന്ന തസ്തികയിൽ ജോലി വേണം എന്ന് എഴുതി തയ്യാറാക്കുക. നിങ്ങളുടെ ആവശ്യം വ്യക്തമല്ലെങ്കിൽ പ്രപഞ്ചം ആശയക്കുഴപ്പത്തിലാകും.
അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു ഡയറി എടുക്കുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി ഒരു സിനിമയുടെ തിരക്കഥ പോലെ എഴുതുക. എത്രത്തോളം വിശദാംശങ്ങൾ എഴുതാമോ അത്രയും നല്ലത്. ഘട്ടം 2. വികാരം വിശ്വസിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. മിക്കവാറും ആളുകൾ പരാജയപ്പെടുന്നത് ഇവിടെയാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഇപ്പോൾ ഈ നിമിഷത്തിൽ നടന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കെന്തു തോന്നും? ആ ജോലി ലഭിച്ചു എന്ന അറിയിപ്പ് കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങളുടെ നെഞ്ചിടിപ്പ് എങ്ങനെയായിരിക്കും? നിങ്ങളുടെ മുഖത്തെ ചിരി എങ്ങനെയായിരിക്കും? ആ സന്തോഷം, ആ ആശ്വാസം, അത് ഇപ്പോൾ ഈ നിമിഷം അനുഭവിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രപഞ്ചം ഭാഷയല്ല, തരംഗമാണ് കേൾക്കുന്നതെന്ന്. ആ സന്തോഷത്തിന്റെ തരംഗമാണ് പ്രപഞ്ചത്തിനുള്ള സന്ദേശം. നിങ്ങൾ കണ്ണുകൾ അടച്ച് ആ ആഗ്രഹം നടന്നുകഴിഞ്ഞതായി ഭാവനയിൽ കാണുക. വെറുതെ കാണുകയല്ല, അതിലെ വികാരങ്ങളെ അനുഭവിക്കുക. നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിക്കുക. ഉദാഹരണത്തിന്, പുതിയ കാറാണ് വേണ്ടതെങ്കിൽ ആ കാറിന്റെ സ്റ്റിയറിംഗിൽ തൊടുമ്പോഴുള്ള സ്പർശനം, പുതിയ കാറിന്റെ മണം, എഞ്ചിൻ സ്റ്റാർട്ടാകുന്ന ശബ്ദം, ഇതെല്ലാം മനസ്സിൽ കാണുക. തലച്ചോറിനെക്കുറിച്ചുള്ള പഠനങ്ങളനുസരിച്ച് യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യവും നിങ്ങൾ ഭാവനയിൽ മാത്രം കാണുന്ന കാര്യവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളുടെ തലച്ചോറിന് തിരിച്ചറിയാൻ കഴിയില്ല. നിങ്ങളത് തീവ്രമായി വിശ്വസിക്കുമ്പോൾ തലച്ചോറ് പുതിയ വഴികൾ സൃഷ്ടിക്കുന്നു. അത് നിങ്ങളുടെ ശരീരത്തിലെ ഊർജ്ജത്തെ മാറ്റുന്നു. നിങ്ങളുടെ ഊർജ്ജം മാറിക്കഴിഞ്ഞാൽ റേഡിയോ ട്യൂൺ ചെയ്യുന്നതുപോലെയാണ്. ഒരു പാട്ട് കേൾക്കണമെങ്കിൽ നിങ്ങൾ ആ പാട്ട് സംപ്രേക്ഷണം ചെയ്യുന്ന ഫ്രീക്വൻസിയിലേക്ക് റേഡിയോ ട്യൂൺ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ആഗ്രഹം നിൽക്കുന്ന തലത്തിലേക്ക് നിങ്ങൾ വൈകാരികമായി ട്യൂൺ ചെയ്യണം. സന്തോഷം, നന്ദി, ആവേശം എന്നീ വികാരങ്ങളാണ് ഈ ട്യൂണിംഗ് നടപ്പിലാക്കുന്നത്. ഘട്ടം 3. വിട്ടുകൊടുക്കൽ സ്വീകരിക്കുക. ഇതാണ് ഏറ്റവും കടുപ്പമേറിയ ഘട്ടം. നിങ്ങൾ ആഗ്രഹം പ്രപഞ്ചത്തിലേക്ക് അയച്ചു, അത് നടന്നു എന്ന് വിശ്വസിച്ചു. ഇനി അത് പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. പലരും ചെയ്യുന്നതെന്താണെന്നാൽ പ്രാർത്ഥിച്ചതിനു ശേഷം ഓരോ നിമിഷവും സംശയിക്കും. എന്താ ഇതുവരെ നടക്കാത്തത്? എപ്പോൾ നടക്കും? ഇതു നടക്കുമോ? നിങ്ങളൊരു വിത്ത് മണ്ണിൽ പാകിയാൽ ഓരോ 10 മിനിറ്റിലും മണ്ണ് മാന്തി നോക്കുമോ അത് മുളച്ചോ എന്ന്? അങ്ങനെ ചെയ്താൽ അത് നശിച്ചുപോകും. നിങ്ങൾ വെള്ളമൊഴിച്ച് ക്ഷമയോടെ കാത്തിരിക്കും. വിത്ത് മുളക്കുക എന്നത് പ്രകൃതിയുടെ ജോലിയാണ്. അതുപോലെ എങ്ങനെ ഇത് സംഭവിക്കും എന്ന കാര്യം നിങ്ങളുടെ ജോലിയല്ല, അത് പ്രപഞ്ചത്തിന്റെ ജോലിയാണ്. എങ്ങനെയെന്ന ചോദ്യം സംശയത്തെ സൂചിപ്പിക്കുന്നു. ഫലത്തെക്കുറിച്ചുള്ള ആകാംക്ഷ ഒഴിവാക്കുക. അത് നടക്കുമെന്ന് ഉറപ്പുള്ള ഒരാൾ ഒരിക്കലും പേടിച്ചിരിക്കില്ല. ആഗ്രഹം സാധിച്ചു കിട്ടിയാൽ ഉണ്ടാകുന്ന സമാധാനം ഇപ്പോഴേ അനുഭവിക്കുക. പ്രപഞ്ചത്തിന്റെ ഭാഷ വർത്തമാനകാലം. നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു രഹസ്യമുണ്ട്. എപ്പോഴും വർത്തമാനകാലത്തിൽ വേണം എഴുതാൻ. എനിക്കൊരു വീട് വേണം എന്നെഴുതരുത്. അത് ഭാവിയിലാണ്. ഭാവി ഒരിക്കലും വരുന്നില്ല. നാളെ എന്നത് എപ്പോഴും നാളെയായിരിക്കും. പകരം ഞാൻ എന്റെ പുതിയ വീട്ടിൽ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നെഴുതുക. ഞാൻ ആരോഗ്യം ആഗ്രഹിക്കുന്നു എന്നല്ല, ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് പറയുക. ഞാനാകുന്നു എന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ വാക്കാണ്. നിങ്ങൾ ഞാനാകുന്നു എന്നതിനു ശേഷം എന്തു പറയുന്നുവോ അത് നിങ്ങളുടെ വിധിയായി മാറുന്നു. ഞാൻ ധനികനാണ്, ഞാൻ സന്തോഷവാനാണ്, ഞാൻ വിജയിയാണ്. ഇത് നിരന്തരം പറയുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യും. തടസ്സങ്ങളെ നീക്കം ചെയ്യൽ. നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഫലം കാണുന്നില്ലെങ്കിൽ അതിനർത്ഥം ഒരു തടസ്സം അല്ലെങ്കിൽ പ്രതിരോധമുണ്ടെന്നാണ്. നിങ്ങൾ വണ്ടിയുടെ ആക്സിലറേറ്ററിൽ ചവിട്ടുന്നുണ്ട്, ആഗ്രഹം, പക്ഷേ അതേസമയം ബ്രേക്കിലും ചവിട്ടിപ്പിടിച്ചിരിക്കുകയാണ്. പേടി ബൈ സംശയം. വണ്ടി മുൻപോട്ടു പോകുമോ? ഈ ബ്രേക്ക് റിലീസ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള വഴി നന്ദി പറയുക എന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നതിനു പകരം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് നന്ദി പറയുക. ജീവിക്കാൻ ഒരു വീടുണ്ട്, കഴിക്കാൻ ഭക്ഷണമുണ്ട്, ഈ വീഡിയോ കാണാൻ ഒരു ഫോണും ഇന്റർനെറ്റുമുണ്ട്. ഇതിനെല്ലാം നന്ദി പറയുക. നന്ദി എന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും ഉയർന്ന തരംഗമാണ്. നിങ്ങൾ നന്ദി പറയുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് നന്ദി പറയാൻ കൂടുതൽ കാര്യങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു 5 കാര്യങ്ങൾക്ക് നന്ദി പറയുക. ഇത് നിങ്ങളുടെ ചുറ്റുമുള്ള ഊർജ്ജത്തെ മാറ്റും. പരാതികൾ ഉള്ള മനസ്സിലേക്ക് അനുഗ്രഹങ്ങൾ വരില്ല. നന്ദിയുള്ള മനസ്സിലേക്ക് അത് ഒഴുകിയെത്തൂ. അടയാളങ്ങളെ തിരിച്ചറിയുക. നിങ്ങൾ ഈ രീതികൾ ശീലിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങളോട് തിരിച്ച് സംസാരിക്കാൻ തുടങ്ങും. അത് വാക്കുകളിലൂടെയാവില്ല, അത് ചില സൂചനകളായിരിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ ആഗ്രഹിച്ച കാര്യവുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങൾ പെട്ടെന്ന് കേൾക്കാം. ഒരേപോലെയുള്ള നമ്പറുകൾ ആവർത്തിച്ചു കാണാം. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ച ആൾ പെട്ടെന്ന് നിങ്ങളെ വിളിക്കാം. അപ്രതീക്ഷിതമായ വഴികളിലൂടെ സഹായം ലഭിക്കാം. ഇവയെല്ലാം സൂചനകളാണ്. നിങ്ങൾ ശരിയായ പാതയിലാണെന്ന് പ്രപഞ്ചം പറയുന്ന ഭാഷയാണിത്. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ സന്തോഷിക്കുക, വിശ്വസിക്കുക. പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കുകയാണ്. ഉപസംഹാരം. ഓർക്കുക, നിങ്ങൾ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ട ഒരാളല്ല. സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം സമുദ്രം തന്നെയാണ്. അതുപോലെ നിങ്ങളും ഈ ബ്രഹ്മാണ്ഡത്തിന്റെ ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. ഇന്ന് രാത്രി കിടക്കുന്നതിനു മുൻപ് ഈ പരീക്ഷണം നടത്തുക. 1. ശാന്തമായിരിക്കുക. 2. നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുക. 3.
അത് ലഭിച്ചതായി കണ്ട് ആ സന്തോഷം അനുഭവിച്ച് പ്രപഞ്ചത്തോട് നന്ദി പറയുക. 4. അത് ഉപബോധ മനസ്സിനെ ഏൽപ്പിച്ച് സുഖമായി ഉറങ്ങുക. നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായി മാറാൻ പോകുകയാണ്. നിങ്ങളത് അർഹിക്കുന്നുണ്ട്. ഈ അറിവ് നിങ്ങൾക്ക് ലഭിച്ചത് ഒരു യാദൃച്ഛികതയല്ല. ഈ നിമിഷം പ്രപഞ്ചം നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്. ഇതൊരു അവസാനമല്ല, തുടക്കമാണ്. ഈ വീഡിയോയുടെ സന്ദേശം നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞുവെന്നുറപ്പുവരുത്താൻ താഴെ കമന്റ് ബോക്സിൽ പോസിറ്റീവായി ഇങ്ങനെ കുറിക്കുക: അത് നടന്നുകഴിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ അറിവ് ആവശ്യമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് അയച്ചു കൊടുക്കുക. കൂടുതൽ വീഡിയോകൾക്കായി കാത്തിരിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങളുടെ ഓരോ കമന്റും പ്രപഞ്ചത്തിനുള്ള ഒരു ഉറപ്പാണ്. നന്ദി.